നല്ല പനിയും തുമ്മലും ഉണ്ടായിട്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാജസ്ഥാൻ റോയൽസ് തോറ്റുപോയേക്കാം. പക്ഷേ വൈഭവ് സൂര്യവംശി എന്ന 14 വയസ്സുകാരൻ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയങ്ങൾ വിജയിച്ചുകൊണ്ടാണ് ഗാലറിയിൽ നിന്നും ഡഗൗട്ടിലേക്ക് മടങ്ങിപ്പോയത് എന്ന് പറയേണ്ടി വരും. അവൻ ആരാണെന്നും അവൻ്റെ ക്ലാസ് എന്താണെന്നും ലോകത്തിനെ അറിയിക്കാൻ അവന് വേണ്ടി വന്നത് നേരിട്ട ആദ്യ 3 പന്തുകൾ മാത്രമായിരുന്നു. ആദ്യ പന്ത് സിക്സർ, രണ്ടാമത്തെ പന്ത് സിംഗിൾ, മൂന്നാമത്തെ പന്ത് സിക്സർ. അവൻ്റെ വരവറിയിക്കൽ തന്നെയായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടത്. സ്പിന്നർമാർക്കെതിരെ അവൻ ആക്രമിച്ച് കളിക്കാൻ നിന്നില്ല എങ്കിൽ പോലും ബിഷ്ണോയെ അവസാനം 4 അടിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 തവണ വീണ് കിട്ടിയ അവസരങ്ങളിലൂടെ ഡ്രീം ഡെബ്യൂവിൽ അവന് ലൈഫ് കിട്ടിയെങ്കിൽ പോലും വളരെ ദൗർഭാഗ്യകരമായിട്ട് ഒരു സ്റ്റമ്പിങ്ങിൽ പുറത്തേക്ക് പോകേണ്ട അവസ്ഥ വൈഭവ് സൂര്യവംശിയെ നേരിടേണ്ടി വരികയായിരുന്നു. ഇത്ര മനോഹരമായൊരു തുടക്കം ലഭിച്ചിട്ട് പോലും അതൊരു 50യിലേക്കോ സെഞ്ചുറിയിലേക്കോ എത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കളിക്കളത്തിൽ നിന്നും ഡഗ്ഔട്ടിലേക്ക് കയറിപ്പോയത്. പക്ഷേ നീ കരഞ്ഞ് കണ്ണീർ വാർക്കേണ്ടവനല്ല, തലയുയർത്തി പിടിക്കേണ്ടവൻ തന്നെയാണ്. വൈഭവ് സൂര്യവംശിയുടെ ശരീരം കണ്ടിട്ട് അവന് പ്രായക്കൂടുതലാണ്, ഏജ് ഫ്രോഡാണ് എന്നൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ആ കണ്ണീര് മാത്രം മതിയായിരുന്നു അവൻ്റെ പ്രായം അത്രയൊക്കെ ഉള്ളൂ. അവൻ്റെ മനസ്സിൻ്റെ വലിപ്പം വളരെ ചെറുതാണെന്ന് തെളിയിക്കാൻ. അല്ലെങ്കിൽ ഇത്രയും മനോഹരമായൊരു സ്റ്റാർട്ട് കിട്ടിയിട്ട് ആരെങ്കിലും ഇങ്ങനെ കരഞ്ഞു കലങ്ങി കണ്ണുമായിട്ട് കയറിപ്പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അരങ്ങേറ്റ മത്സരത്തിൽ മികച്ച തുടക്കം കിട്ടി. ഒട്ടും ഭയമില്ലാതെ ഭയരഹിതനായിട്ട് മികച്ച ബോളർമാരെ ആക്രമിച്ച് കളിക്കുന്നു, പക്വത കാണിച്ചു. പക്ഷേ ചെറിയ ഒരു ആവേശം കാണിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. അനാവശ്യമായെന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ ഏജും ചോരത്തിളപ്പും വെച്ച് റണ്ണുകൾക്ക് വേണ്ടിയിട്ട് അവൻ കോൾ ചെയ്യുന്നുണ്ട്. യശസ്വി 2-3 തവണ അവനെ തിരിച്ചു വിടുന്ന കാഴ്ചയുണ്ടായിരുന്നു. യശസ്വി ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു 3-4 റൺസ് രാജസ്ഥാൻ്റെ അക്കൗണ്ടിൽ കയറുമായിരുന്നു. കാരണം അവൻ അതായത് വൈഭവ് പിച്ചിന്റെ പകുതി വരെ ഓടിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ വലിയൊരു വാഗ്ദാനമാണ് എന്നൊന്നും പറഞ്ഞ് വലിയ തള്ളിനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ അവന് ആരെയും ഭയമില്ല എന്ന് അവൻ്റെ പ്രകടനത്തിൽ കൂടെ തെളിയിച്ചിട്ടുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ഡഗ്ഔട്ടിലേക്ക് കയറി പോകേണ്ടതല്ല, അവൻ തല കുനിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ മത്സരത്തിൽ വിജയും രാജാവും ജേതാവും ഒക്കെ വൈഭവ് സൂര്യവംശി തന്നെയാണ്.